എവരി വൺ. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ഓഫ് കാൻകൂൺ ആണ്. സോ ഞങ്ങളന്ന് ഉച്ചയ്ക്ക് ഒരു 2 o'clock ദെൻ 4 o'clock ചെക്ക് ഇൻ ചെയ്തു ഹോട്ടലിൽ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഹോട്ടലൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡായി. ഞങ്ങൾ നേരെ റൂമിൽ പോയി ഒരു ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഞങ്ങൾ പൂളിലൊക്കെ പോയി കളിയും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അവിടെ നിന്ന് പിന്നെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ താഴെ ഒരു ഹോട്ടലിലൊക്കെ വന്നു. താഴെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരു 3-4 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ പോണതിൻ്റെ ആ ഒരു സന്തോഷം കേട്ടോ മുഖത്തെല്ലാവരുടെയും. ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ എല്ലാം ഫുഡൊക്കെ എല്ലാം ഇൻക്ലൂസീവ് പാക്കേജ് ആയതുകൊണ്ട് ഫുഡെല്ലാം ഫ്രീ ആട്ടോ. ഫുഡെല്ലാം ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ പല കൺട്രീസിൻ്റെയും ഫുഡുകളുണ്ട്. മെക്സിക്കൻ ടൈപ്പ്, ഇറ്റാലിയൻ ടൈപ്പ് ഫുഡ്, ദെൻ നമ്മുടെ ഏഷ്യൻ ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരുപാട് ഫുഡ്. പിന്നെ സ്വീറ്റ്സ് പറയുവാണെങ്കിൽ സ്വീറ്റ്സ് ഉണ്ട്, നിറയെ സ്വീറ്റ്സ് വച്ചിട്ടുണ്ട്, കേക്ക്സും സ്വീറ്റ്സും. ഇവരവിടെ സോ എവറി നൈറ്റ് അവിടെ ചോക്ലേറ്റിൻ്റെ ഈയൊരു ഇതുണ്ട് കേട്ടോ. ഈയൊരു എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ലല്ലോ. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് ആ മാഷ്മെലോസ് ചോക്ലേറ്റിൽ മുക്കി അങ്ങനെ ഭയങ്കരമായിട്ടും കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ അവർക്ക് ഒരു കൺട്രോളും ചെയ്യാൻ പറ്റിയില്ല. അവർ നിറയെ സ്വീറ്റ്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ 3 to 4 days അല്ലേ, അപ്പോൾ അവർ നന്നായിട്ട് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊന്നും അങ്ങനെ ഒരുപാട് കൺട്രോളൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. എന്നാലും സ്വീറ്റ്സ് കുറച്ചൊന്ന് നോക്കി കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ആർക്കല്ലേ അതിന് നിയന്ത്രിക്കാൻ പറ്റുക? നമുക്കും കഴിക്കാനേ തോന്നുള്ളൂ. പക്ഷെ എന്നാലും എല്ലാവരും ഒരു ലിമിറ്റിനൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ അതെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇതേ കണ്ടില്ലേ സ്വീറ്റ്സിൻ്റെ കുറേ ഞാൻ എന്തൊക്കെയൊക്കെയോ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഷെഫ്സ് എല്ലാം ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും പിടിക്കലൊക്കെയാണ്. നടന്ന ഫുഡ് വയ്ക്കലും ഫുഡ് ഫില്ല് ചെയ്യലും എല്ലാം. പിന്നെ ഞങ്ങളുടെ കുറേ ഫോട്ടോ സെഷൻ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ നേരെ പിന്നെ എണീറ്റിട്ട് നേരെ താഴെ വന്നു. ഇത് നമ്മുടെ ഹോട്ടലിന് മേലെ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. താഴെ ആ ഒരു ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ ബ്ലൂ കളറിൻ്റെ ഒരു കളിയായിരുന്നു അവിടെ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞങ്ങൾ ആ സെക്കൻഡ് ഡേ ആണ് ഇതൊക്കെ എടുക്കുമായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ തൊട്ടപ്പുറത്തെ ഹോട്ടലൊക്കെയാണ് കേട്ടോ. എല്ലാം അടുത്തടുത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. സോ ഇത് നമ്മുടെ ഹോട്ടൽ. പിന്നെ ഞങ്ങൾ താഴെ വന്നു. കുറേ ജ്യൂസസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ എവറി ഡേ അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ വരുന്നവർക്കൊക്കെ കുറേ ആക്ടിവിറ്റീസ് കൊടുക്കും. മോർണിംഗ് ടൈം ജസ്റ്റ് ആൻ എക്സസൈസ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഈ ഡാൻസ് ചെയ്ത് നമ്മുടെ കണ്ടില്ലേ അവരവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. നമ്മളതുപോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. സോ ഇറ്റ് വാസ് സോ ഫൺ. ആ ഒരു വെതറിൽ അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുക. ഞാനൊന്നും ഇറങ്ങിയിട്ട് ഡാൻസ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാനൊക്കെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു. സോ ഇറ്റ് വാസ് സോ ഫൺ. ആൻഡ് ആ വ്യൂ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞങ്ങളുടെ വെക്കേഷൻ ഞങ്ങളങ്ങനെ ഒരു 3-4 days ഭയങ്കര രസമായിരുന്നു. സോ ഐ ഫീൽ ഒരു ഇയർലി വൺസ് നമുക്കിതുപോലെ ഒരു ട്രിപ്പ് എടുത്താൽ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. കുട്ടികളെ അവർ വന്ന് വിളിക്കുക കേട്ടോ. അവിടെ കുട്ടികൾക്ക് സെപ്പറേറ്റ് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും അവർക്ക് കുറേ കിഡ്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സോ അവർ വന്ന് പറഞ്ഞിട്ട് പോവുക. ആ ലേഡി വന്ന് അവരുടെ അടുത്ത് പറയുക അങ്ങോട്ട് പോയി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ. സോ അവർക്ക് പൂളിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല, അവർ ഫുൾ പൂളിലായിരുന്നു. It was so good.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ പാർട്ട് 2 ഓഫ് കാൻകൂൺ. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ട്രിപ്പ് തന്നെയാണ്, ഫസ്റ്റ് ഡേ ഓഫ് കാൻകൂൺ തന്നെയാണ്. ഹോപ്പ് യു ലൈക്ക് ദീസ് വീഡിയോ ടു. താമസിക്കാതെ ഞാനിതിൻ്റെ തേർഡ് പാർട്ട് ഇടാം കേട്ടോ. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്.